ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. മുമ്പ് അറബ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന പ്രദർശനമാണ് കൂടുതൽ വിപുലമായും ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ വർദ്ധിച്ച പങ്കാളിത്തത്തോടെയും വേൾഡ് ഹെൽത്ത് എക്സ്പോ എന്ന പേരിൽ അരങ്ങേറുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വേൾഡ് ഹെൽത്ത് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ വിവിധ പവലിയനുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. 180 രാജ്യങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട 4800 സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള 2 ലക്ഷത്തിലേറെ പേർ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിലും വിവിധ സമ്മേളനങ്ങളിലുമായി പങ്കെടുക്കും. ആരോഗ്യ മേഖലയിൽ ജോലി തേടുന്നവരുടെ സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കുന്ന ഡേറ്റ ഫ്ലോ ഉൾപ്പെടെയുള്ള കമ്പനികളും ആശുപത്രികൾക്ക് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ സജീവ സാന്നിധ്യമാണ്. We make sure that these individuals, whether they're doctors, pharmacists, dentists, nurses, are fit to practice their profession. We verify their education, their experience. If anybody has any malpractice history, we verify all the elements that can give the confidence to the regulator or the Ministry of Health to make sure that these individuals are ready to serve patients. ആരോഗ്യ രോഗപ്രതിരോധ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളും നൂതന സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. UAE ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ആരോഗ്യ വകുപ്പുകളും വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് എക്സ്പോ നടക്കുന്ന ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.